നമ്മുടെ നാഷണൽ ഗെയിംസ് ആണല്ലോ ഈ ഹോക്കി നമ്മൾ എത്ര പേര് കാണുന്നുണ്ട്. ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഹോക്കി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചക്കാരില്ലാത്ത, കണ്ണിന് കുളിർമയില്ലാത്ത ഒരു കളിയായി മാറി. ഈ ഫുട്ബോളിനെ ഇന്ത്യയിലോട്ട് വളരാൻ അനുവദിക്കുന്നുമില്ല, വളർത്തുന്നുമില്ല. അപ്പോൾ പിന്നെ ക്രിക്കറ്റിനെ നാഷണൽ ഗെയിംസ് ആയിട്ട് പ്രഖ്യാപിച്ചുകൂടെ എന്ന് ഒരു അപേക്ഷയാണ് അമിത്ഷായോടും അമിത്ഷായുടെ മകനോടുമുള്ളത്. സാക്ഷാൽ അമിത്ഷായുടെ മകനാണല്ലോ ഇപ്പോൾ ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കുന്നത്. ഇന്ത്യയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ മകുടോദാഹരണം. ഞാൻ ദില്ലിയിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പല റെയിൽവേ സ്റ്റേഷനുകളിലും പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾ ട്രെയിൻ കാത്തു നിൽക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതേസമയത്ത് ക്രിക്കറ്റിൻ്റെ ഒരു താരങ്ങളെയും ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ രാജകീയമായിട്ടുള്ള യാത്ര. എന്താ അല്ലേ, മേരാ ഭാരത് മഹാൻ. എന്താണല്ലേ ഇന്ത്യ. ജനങ്ങളുടെ സോഴ്സ്, ജനങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടം. മാറി മാറി വരുന്ന എല്ലാ ഭരണകൂടം ഇതൊക്കെ തന്നെ കേട്ടോ. എനിക്കാണ് രാഷ്ട്രബോധം, എനിക്ക് മാത്രമേ രാഷ്ട്രബോധം ഉള്ളൂ എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വരുമ്പോഴുണ്ടല്ലോ അവരുടെ രാഷ്ട്രീയതയും രാഷ്ട്രബോധവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനാ, ഏത് വേൾഡ് കപ്പിലാണ് നമുക്ക് ഇന്ത്യൻ കളിക്കാരെയും ഇന്ത്യൻ ജേഴ്സിയും ഒക്കെ അണിഞ്ഞ് ഇന്ത്യൻ ഫ്ലാഗ് വീശി നമുക്ക് കളി കാണാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ഫുട്ബോൾ കാലത്തും സ്വപ്നങ്ങൾ മാത്രം കാണാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ 140 കോടി ജനങ്ങളുള്ള ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയെ ഞാനിത് ചിന്തിക്കുമ്പോൾ 2 ദിവസം മുമ്പ് ലോക ജനസംഖ്യാ ദിനമായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ആലോചിച്ചു പോയ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ ഞാൻ പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അറിവുകളല്ലേ, അതല്ലേ പ്രധാനം.